محبوب الباقيام محي الدين شيخيام ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ. ഖുതുബിയ്യത്തിലെ യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി വിളിയിലെ ആത്മീയതയെന്ത് പ്രശസ്ത പണ്ഡിതനും വാഗ്മിയും എഴുത്തുകാരനും ചിന്തകനുമായ ഉസ്താദ് ബഷീർ ഫൈസി വെണ്ണക്കോട് നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൽ മുദബ്ബിറാത്തി അംറാ. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ ബൈന ദാലിക. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. وقال رسول الله صلى الله عليه وسلم والأرواح جنود مجندة فما تعارف منها ائتلف وما تناكر منها اختلف. صدق رسول الله صلى الله عليه وسلم. ഖുതുബിയ്യത്തിൽ യാ ശൈഖ് മുഹിയുദ്ദീൻ, ഈ വിളിയിലെ ആത്മീയത, അതില് അടങ്ങിയിട്ടുള്ള ആത്മീയതയെ സംബന്ധിച്ച് ഒരു വിലയിരുത്തലാണ്. ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ കുറെ വ്യക്തികൾ കൂടിച്ചേർന്നോ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ 1000 പ്രാവശ്യമോ അതല്ലെങ്കിൽ മറ്റൊരു സംഖ്യ, അതല്ലെങ്കിൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ല മറ്റേതെങ്കിലും അതുപോലെയുള്ള ഒരു ആത്മീയ വ്യക്തിത്വത്തെ അവരുടെ ജീവിതകാലത്തോ അതല്ലെങ്കിൽ മരണാനന്തരമോ വിളിക്കുക എന്നതിൽ അടങ്ങിയിട്ടുള്ള ആത്മീയ വശം അതെന്താണ്? ആ വിളിയിൽ അടങ്ങിയിട്ടുള്ള ഒരു മതകീയ വശം നല്ലവരുമായുള്ള കൂട്ടുകെട്ട്, സുഹബത്ത്, സഹവാസം, മുജാലസത്ത് അഥവാ ഒന്നിച്ച് ഒരു സദസ്സിൽ പങ്കുവഹിക്കുക. ഈ ഒരു മതപരമായ വശം ഈ വിളിയിൽ അടങ്ങിയിട്ടുണ്ട്. നല്ലവരായ ആളുകളുമായി കൂട്ടുകെട്ടണം, അവരെ പരമാവധി നമ്മോടടുപ്പിക്കാനും നാം അങ്ങോട്ടെടുക്കാനും ശ്രമിക്കണം എന്നുള്ളത് മതത്തിന്റെ ഒരു തേട്ടമാണ്. മുജാലസത്തു സ്വാലിഹീൻ, മുസാഹബത്തു സ്വാലിഹീൻ. അപ്പോൾ ഒരാള് മരണപ്പെട്ടു പോയ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ വീട്ടിലെ ഖുതുബിയ്യത്ത് പരിപാടിയിലേക്ക്, തന്റെ വീട്ടിലേക്ക് അതല്ലെങ്കിൽ താൻ ഒരുക്കുന്ന സദസ്സിലേക്ക് വിളിക്കുക എന്നതിൽ അടങ്ങിയിട്ടുള്ള മുജാലസത്ത് എപ്രകാരമാണ്, മുസാഹബത്ത് എങ്ങനെയാണ്, അദ്ദേഹത്തോട്
ഈ മനുഷ്യൻ അടുക്കാൻ ശ്രമിക്കുന്നത് ഏതുപോലെയാണ്? ആ വിളിച്ചു വരുത്തൽ ഏതുപോലെയാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തിയ ഒരു സംഭവമുണ്ട് ബുഖാരി. മരണപ്പെടാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു വരുത്തിയതാണ് ഹദീസിൽ പരാമർശിക്കുന്നത്. എന്നാൽ മരണപ്പെട്ടുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുഹിദ്ദീൻ ഷെയ്ഖിനെയും അങ്ങനെ തന്നോടടുപ്പിക്കുക, തന്നിലേക്ക് വിളിച്ചു വരുത്തുക, ഇതിന് വകുപ്പുണ്ടോ എന്നുള്ളത് തുടർന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു വിളിച്ചുവരുത്തി, മഹാത്മാവിനെ വിളിച്ചുവരുത്തി, മഹൽ വ്യക്തിത്വത്തെ വിളിച്ചുവരുത്തി തനിക്കും തൻ്റെ വീട്ടിനും ഒരു ആത്മീയതയുടെ നിഴല്, ആത്മീയതയുടെ ഒരു സാന്നിധ്യം, അത് സ്വഹാബത്തിന്റെ ഭാഗത്തിൽ നിന്ന് സംഭവിച്ചത് നോക്കുക. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ, ബുഖാരിയിലുള്ള മുസ്ലിമുള്ള ഹദീസാണ്, വലിയ മനുഷ്യനാണ്, മഹൽ വ്യക്തിയുമാണ്. മിമ്മൻ ഷഹിദ ബദ്റൻ, ബദറിൽ പങ്കെടുത്തവരിൽപ്പെട്ട ഒരാളാണ്. ബദറിലെ ഷഹീദ് എന്നല്ല, ബദറിൽ പങ്കെടുത്ത ഒരാളാണ്, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ഹുവമിനൽ അൻസ്വാരിയ, അൻസ്വാരികളിൽപ്പെട്ട കാല മഹാൻ നമുക്ക് പറഞ്ഞു തരിക. ഖദ് കുന്തു ഉസല്ലി ലിഖൗമി ബനി സാലിം, മദീനയുടെ വളരെ അകലെ ബനു സാലിം ഗോത്രം, അത് എൻ്റെ സംഘമാണ്, എൻ്റെ ഗോത്രമാണ്. അവർക്ക് വേണ്ടി ഞാൻ അവിടെ ഇമാമായി നിസ്കരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വകാന യഹൂലു ബൈനി വബൈനഹും വാദിൻ, എൻ്റെ വീടിൻ്റെയും ആ ബനു സാലിംകാരുടെ നിസ്കാര ഇടത്തിൻ്റെയും ഇടയിൽ, ഞാൻ പോകുന്ന പള്ളിയുടെയും ഇടയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. എന്ത്? ഒരു ചാല്, വെള്ളമൊഴുകുന്ന വലിയ ചാല്, വീതി കൂടിയ ചാല്. ഇദാ ജാഅത്തിൽ അംത്വാർ, മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, യശഖു അലയ്യ ഇജ്തിയാസുഹു, ആ വെള്ളമൊഴുകുന്ന ചാല് പാസ് ചെയ്ത് പോകൽ എനിക്ക് പ്രയാസമാവും. ഖിബല മസ്ജിദിഹിം, അവരുടെ പള്ളിയുടെ ഭാഗത്തേക്ക്. ഞാനാണെങ്കിൽ വയസ്സായി, കണ്ണൊന്നും കാണുന്നുമില്ല. ഫജിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ അരികിൽ ചെന്നു. ഫഖുൽതു ലഹു, തങ്ങളോട് ഞാൻ പറഞ്ഞു, ഇന്നി അൻകർതു ബസ്വരി, തങ്ങളെ എന്റെ അവസ്ഥ ഇതൊക്കെയാ, എനിക്ക് പഴയ പോലെ ഒന്നും നടക്കുന്നില്ല. എന്റെയും അവരുടെയും ഇടയിൽ ഇങ്ങനെയുള്ള ഒരു വെള്ളച്ചാല് അതുണ്ടായതുകൊണ്ട് അങ്ങോട്ട് സമയത്തിന് നിസ്കരിക്കാൻ പോവാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അളവോളം ഒരു വീട്ടുതടങ്കലിലായിരിക്കുക, വെള്ളമുള്ള സമയത്ത് പ്രത്യേകിച്ചു. അങ്ങനെ ഒരു വീട്ടില് മുടക്കാച്ചരക്ക് എന്നൊന്നും പറയുന്നില്ലെങ്കിലും ജമാഅത്തിന് കൃത്യത്തിന് നിങ്ങളുടെ കൂടെയും വരാൻ പറ്റുന്നില്ല, അവിടേക്കും പോകാൻ പറ്റുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന അവസരത്തിൽ അതെല്ലാതെ നിർവാഹമല്ലല്ലോ. പക്ഷേ അങ്ങനെ ഞാൻ വീട്ടിലെ ഒരു നിസ്കാരക്കാരനായി, വീട്ടിലെ തന്നെ ഒരു ഇബാദത്ത് ചെയ്യുന്ന ആളായി മാറുമ്പോൾ, സാമൂഹ്യ സമ്പർക്കം കുറഞ്ഞു വരുമ്പോൾ, ഞാൻ ഒരു ഒറ്റയാൻ എന്ന അവസ്ഥ വരരുതല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തണി, ഒരു തുണ, ഒരു കൂട്ട്, അതൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഫവദിത്തു, എനിക്ക് വളരെയധികം ആശയുണ്ട്. അന്നകത്തെത്തി, നിങ്ങൾ എൻ്റെ വീട് വരെ ഒന്ന് വരണം. ഫതുസല്ലി, എന്നിട്ട് നിങ്ങളൊന്ന് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു തരണം. ഈ ബൈത്തി,
എൻ്റെ വീട്ടിലായും കൊണ്ട് മക്കാനൻ ഒരു പ്ലേസ്, ഒരു സ്പേസ്, അത്തഖിദുഹു മുസല്ലാ, നിങ്ങൾ നിസ്കരിച്ച ആ ഒരു ഇടം എനിക്ക് പിൽക്കാലത്ത് അല്ലെങ്കിൽ തുടർന്നങ്ങോട്ട് എൻ്റെ നിസ്കാര വേദിയാക്കി മാറ്റണം. ഇങ്ങനെ ആ മഹാനായ ഇത്ബാൻ എന്നവർ നബി തങ്ങളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയപ്പോൾ ഇതില് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹത്തിന്റെ ഈ ക്ഷണം, മഹാനവറുകൾക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റുന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ ഏത് റൂമാണോ വൃത്തി കൂടുതലുള്ളത് അതിൽ താനങ്ങ് നിസ്കാരം തുടങ്ങിയാൽ പോരെ. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മീയത അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയാണ്. തങ്ങൾ വന്ന് ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം, ഏത് തനിക്ക് ഭാവിയിൽ നിസ്കരിക്കാനുള്ള സ്പേസ്. അതുകൊണ്ടത് പള്ളിയൊന്നും ആവുന്നില്ല, അത് വീട് തന്നെ. തങ്ങൾ നിസ്കരിച്ചിറങ്ങിപ്പോയാലും ആ സ്ഥലം വീട് തന്നെ. അവിടെ ഉറങ്ങാം, അവിടെ വർത്തമാനം പറയാം, അവിടെ ശബ്ദമുയർത്താം. എന്താ, പള്ളിയായിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാല് വെച്ചുകൊണ്ട് പുണ്യം വരിക്കുക, കാല് വെച്ചുകൊണ്ട് പുണ്യം വരിക്കുക, തങ്ങളുടെ നെറ്റ് വെച്ചുകൊണ്ട് പുണ്യം വരിക്കുക. അങ്ങനെ ഒരു പുണ്യം വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ പിൽക്കാലത്ത് മക്കളോ അതിനെ പള്ളിയാക്കി മാറ്റി എന്ന് വന്നേക്കാം. അപ്പോൾ അത് പള്ളിയാകും. പക്ഷെ അതുവരേക്കും അത് ഹുക്മിൽ പള്ളിയല്ല, പക്ഷേ ബർക്കത്തുള്ള പവിത്രമായ ഒരു സ്ഥലമാണ്. തങ്ങളുടെ മുന്നിൽ ഒച്ച വെക്കാൻ പേടിക്കുന്നത് പോലെ തങ്ങളുടെ കാല് വെച്ച ഇടത്തിൽ നിന്ന് സ്വാഭാവികമായും കുട്ടികൾക്കും ഭാര്യമാർക്കും ഒക്കെ ഒരു ഖൗഫ് ഉണ്ടാവുകയും ചെയ്യും. തങ്ങൾ പാപ്പ വന്നിറങ്ങിപ്പോയ സ്ഥലമാണല്ലോ. ഈ നിലക്കുള്ള ഒരു കൾച്ചർ, ഒരു അന്തരീക്ഷം, അങ്ങനെയുള്ള ഒരു നാഗരികത സൃഷ്ടിക്കാൻ നിങ്ങൾ ഒന്ന് സഹായിക്കണം തങ്ങളെ. ഇവിടെ യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? യസൂറുഹു കുല്ലു മുസ്താഖിൻ വലാകിന്നഹു ഫീ ബൈതിഹി ഖദ് യുലാഖി മുഹീദ്ദീൻ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ മറവാടപ്പെട്ടു. നിരവധി ആളുകൾ അങ്ങോട്ട് പോയി സിയാറത്ത് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടെ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ബഗ്ദാദ്. ശരി, വലാകിന്നഹു ഖദ് യുലാഖി, പക്ഷേ ഒരു വിളിക്കുന്ന വ്യക്തി, ആവശ്യക്കാരൻ, ഫീ ബൈതിഹി ഖദ് യുലാഖി, തന്റെ സ്വന്തം വീട്ടിൽ മുഹീദ്ദീൻ ശൈഖിനെ അയാൾക്ക് മീറ്റ് ചെയ്യാം. ഖദ് യുലാഖി മുഹീദ്ദീൻ. അങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൾ വിളിക്കുന്നത്. ഒന്നുകിൽ ഒരു തവണ അല്ലെങ്കിൽ 1000 തവണ ഒരു ഫംഗ്ഷൻ ഒരുക്കിയിട്ട്. ഇങ്ങനെ ഈ വിളിക്കുന്നതിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? മറുപടി പറയേണ്ടത് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ വീട്ടിലേക്ക് നബിതങ്ങളെ നിങ്ങൾ വിളിക്കുന്നതിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രേരകം എന്താണ്? അതിൽ നിങ്ങൾ എവിടെയാ സായുജ്യമടയുന്നത്? നിങ്ങൾ അതിൽ കാണുന്നത് എന്താണ്? ഉത്ബാൻ എന്നൊരു മറുപടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നതിലൂടെ അദ്ദേഹം കാക്ഷിക്കുന്നത് അതിന് സമാനമായതാണ് മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കലിലൂടെ ഖുതുബിയത്ത് നടത്തുന്നവൻ കാക്ഷിക്കുന്നത്. അത്തരമൊരു ആഗ്രഹവും അഭിലാഷം, അത്തരമൊരു തേട്ടം, അത്തരമൊരു കാക്ഷിക്കൽ, അത് ഒരു വഴിവിട്ട സഞ്ചാരമാണോ? മറുപടി പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളാണ് മറുപടി പറയേണ്ടത്. തങ്ങൾ എന്താ ഇത്ബാൻ എന്നവരുടെ ഈ ഒരു അപേക്ഷയുടെ മുന്നിൽ പ്രതികരിച്ചത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅഫ്അലു. ഓക്കേ, നീ എന്നിൽ നിന്ന് എന്താണോ ആവശ്യപ്പെടുന്നത്, ഐ ആം റെഡി, ഞാൻ അതിന് തയ്യാറാണ്. ഖുതുബിയത്തിൽ ശൈഖ് അവറുകളെ വിളിച്ചു വരുത്തുക എന്നതിൽ അപാകതകൾ വല്ലതുമുണ്ട് എങ്കിൽ ഈ ഇത്ബാൻ എന്നവർ വിളിച്ചു വരുത്തുന്നതിലും അപാകത നബിതങ്ങൾ കാണണം. അപ്പോൾ തങ്ങൾ എന്തു പറയണം? ഇല്ല, നിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ
ഒരു മധ്യവർത്തി എന്ന് പറയുന്ന ഒന്നില്ല. നീ അങ്ങനെ എന്നെ ഒരു ഹീറോ ആക്കി വെച്ചിട്ട് എന്നെ കൊണ്ടൊരു ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് എന്നിട്ട് എൻ്റെ കാല് വെച്ചിടത്ത് തന്നെ നിനക്കും കാല് വെച്ചുകൊണ്ടൊരു പുണ്യം വരിക്കുക എന്ന മോഹമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വ്യർത്ഥമായ ആഗ്രഹങ്ങളാണ്. അതിലൊന്നും കഴമ്പില്ല, കാര്യമില്ല. നീ അങ്ങ് നിസ്കാരം നടത്തിയാൽ മാത്രം മതി എന്ന് പ്രതികരിക്കേണ്ടതിന് പകരം തങ്ങളുടെ പ്രതികരണം എന്താണ്? സാഫ്രലു, ഓ റെഡി, ഞാൻ അങ്ങനെ ചെയ്യാം. ഫഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒട്ടും വൈകിയില്ല. തൊട്ടടുത്ത പ്രഭാതത്തിൽ തന്നെ, കാലത്ത് തന്നെ, വെയിൽ ചൂടാകുന്നതിന് മുമ്പ് പുറപ്പെട്ടു തങ്ങൾ. കൂടെ തങ്ങളുടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇരുവരും മദീനയിൽ നിന്ന് ഈ ബനൂ സാലിം ഗോത്രക്കാരുടെ പ്രവിശ്യയിലേക്ക് ചെന്നെത്തിയ ശേഷം വസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ വാതിലിന് മുട്ടി, അഥവാ അനുമതി ചോദിച്ചു. ഫഅദിൻതു ലഹു, ഞാൻ വെൽക്കം, തങ്ങളെ അകത്തോട്ട് സ്വാഗതം ചെയ്തു. പക്ഷെ ഫലം യജ്ലിസ്, തങ്ങളെ ഇരിക്കാൻ ഏർപ്പാടാക്കിയെടുത്തിരുന്നൊന്നുമില്ല. ഹത്താ ഖാല, ആ വന്ന കാലിന്മേൽ തന്നെ നിന്നുകൊണ്ട് തങ്ങൾ പറയുക, ഐന തുഹിബ്ബു അൻ ഉസല്ലിയ മിൻ ബൈതിക്, എവിടെയാ ഇത്ബാനെ, നിന്റെ ഈ വീട്ടിൽ നിന്നായും കൊണ്ട് ഞാൻ നിസ്കരിക്കണമെന്ന് നീ ഇഷ്ടപ്പെടുന്നത്? ഐന തുഹിബ്ബു അൻ ഉസല്ലിയ, ഞാൻ നിസ്കരിക്കണമെന്ന് നീ ഇഷ്ടപ്പെടുന്ന സ്പേസ് ഏതാ, ആ ഇടം എവിടെയാ? ഫഅശർതു ഇലൽ മക്കാനില്ലദീ ഉഹിബ്ബു അൻ യുസല്ലിയ ഫീഹി, തങ്ങൾ നിസ്കരിച്ച് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്പേസ്, ആ ഒരു ഇടം ഞാൻ തങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ പോയിന്റിൽ നിന്നുകൊണ്ട് തങ്ങൾ നിസ്കാരം നിർവഹിക്കുകയാണ്. കബ്ബറ വസ്വഫഫ്നാ വറാഅഹു, തങ്ങൾ തക്ബീർ കെട്ടി, ഞങ്ങളും ബാക്കിൽ സ്വഫായി നിന്നു. വസ്വല്ലാ റക്അത്തൈനി, എന്താണ്? വീടുദ്ഘാടനമല്ല, ഒരു പ്രയർ ഹാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രയർ ഹാൾ വീട്ടിനകത്ത് ഇവിടെ നബിതങ്ങളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും അതെല്ലാം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം തങ്ങളെ കൊണ്ട് ആ സ്ഥലം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അതിനുശേഷം തങ്ങളെ പോവാൻ ഞാൻ വിട്ടില്ല. ഫഹബസ്തുഹു അലാ ഖസീറത്തിൻ യുസ്നഉ ലഹു, തങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സദ്യ, ചെറിയ സദ്യ, ഒരു ചീരണി എന്ന് പറയാം. അത് തങ്ങൾ ഇത്ര കാലത്ത് തന്നെ വരുന്ന ആര് കണ്ടു? അത് പണി പൂർത്തിയായില്ല. അതുകൊണ്ട് അടുപ്പിൽ അത് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാചകം ചെയ്യുന്ന വേണ്ടി വരുന്ന ടൈം ഞാൻ തങ്ങളെ അവിടെ ബ്ലോക്കാക്കിയിട്ടു. പോവല്ലും തങ്ങളെ, എൻ്റെ വീട്ടിൽ വന്ന് കയറിയ അങ്ങ് എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ പോകരുത്. അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യന്മാർ ചെയ്യേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും വഴങ്ങി. തങ്ങളുടെ തവാദു അതാണ്. എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞില്ല, തങ്ങൾ അവിടെ ഇരുന്ന് കൊടുത്തു. ഈ സാധനം പാചകം പൂർത്തിയാകുന്നത് വരെ ഒരു സാധാ മനുഷ്യന്മാരോടൊപ്പം ഈ ലോക നേതാവ് അങ്ങനെ അഞ്ഞു നിന്ന് കൊടുക്കുക. മൊയ്തീശേഖു അഞ്ഞു തരൂ. വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ വിളിക്കുന്നവന്റെ ഹൃദയം എത്ര അടുപ്പം കാണിക്കുന്നുവോ, യുലാഖി ഫീ ബൈത്തിഹി മുഹിയ്യദ്ദീൻ. ഫസമിയ അഹ്ലുദ്ദാരി, ആ വില്ലേജിലെ അന്തേവാസികളൊക്കെ കേൾക്കാനിടയായി, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈത്തി, തങ്ങളെ എൻ്റെ കുടിലിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത അവിടെ പരന്നു. അല്ലാഹ് ഫസാബ റിജാലുൻ മിൻഹും, പാഞ്ഞെത്തിയില്ലേ പരിസരവാസികൾ. ഹത്താ കസുറ റിജാലു ഫിൽ ബൈത്ത്, എൻ്റെ വീട്ടിൽ ധാരാളം ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ എത്തിയെന്ന് കേട്ടപ്പോൾ തങ്ങളെ വന്ന് മുഖം കാണിച്ച് ഒന്ന്
സന്തോഷം അറിയിച്ച് പിരിയാൻ എല്ലാവർക്കും ദാഹം. ബുഖാരി ബാബ്, ഏത് ബാബില? അൽ മസാജിദു ഫിൽ ബുയൂത്തി, വീടുകളിൽ പ്രയർ ഹാൾ എന്ന് പരാമർശിക്കുന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടും. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മുടേതായ ഭൗതികവും പാരത്രികവും ഒക്കെയായ ആവശ്യങ്ങൾക്ക് ലഭ്യമാകുന്നതിനു വേണ്ടി നാം തങ്ങളെ വിളിക്കണം, തങ്ങൾ വരും, വിളിക്കണം, വരും. ആ വിളിച്ചു വരുത്തുന്നത് സ്വാലിഹികളായ ആളുകളുമായുള്ള മുസാഹബത്ത്, അവരുമായി മജ്ലിസ് പങ്കിടുക എന്ന മത കൽപ്പനയുടെ ഭാഗം. ഇനി ഇത് മരിച്ചുപോയി എന്നതിന്റെ പേരിൽ ഈ ക്ഷണിക്കലും വിളിക്കലും വരലും സ്റ്റേജ് പങ്കിടലും സദസ്സ് പങ്കിടലും നിലച്ചു പോകുമോ? അതിന് മറുപടി പറയേണ്ടതും അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ്. മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ്. കൂട്ടി വായിച്ചാൽ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ് വമാ തനാകറ മിൻഹാ ഇഖ്തലഫ്. മുസ്ലിമിന്റെ ഹദീസാണ്, സ്വഹീഹ ഹദീസ്. എന്താ ഇതിൽ പറയുന്നത്? വൽ അർവാഹു, ആത്മാവുകൾ, ബോഡികളല്ല, ജസദുകളല്ല, റൂഹുകൾ. റൂഹുകൾ എന്ന് പറയുന്നതിന് ജസദോട് കൂടെ ജസദ് ഇല്ലാതെ അസ്തിത്വമുണ്ട്. ജസദോട് കൂടെയുള്ള റൂഹാണ് നാം ജീവിച്ചിരിക്കുന്നത്. ജസദ് ഇല്ലാത്ത അസ്തിത്വമാണ് മരിച്ചതിന് ശേഷമുള്ള റൂഹുകളുടെ കഥ. നല്ല മനുഷ്യന്മാരുടെ റൂഹ് ഇല്ലിയൂൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിൽ അവർ താവളം ഉറപ്പിക്കും. മെയിൻ ക്വാർട്ടേഴ്സ് എന്ന നിലയ്ക്ക് അവിടെ നിന്ന് ആവശ്യമുള്ളിടത്തേക്കൊക്കെ സഞ്ചാരവും ഉണ്ടാകും. മോശപ്പെട്ട ആളുടെ റൂഹുകൾ മരിച്ചാൽ സിജീൻ എന്ന് പറയുന്ന മെയിൻ കേന്ദ്രത്തിൽ താവളമടിക്കും. പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നതനുസരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യേണ്ടി വന്നാൽ പാസ് ചെയ്യും. പക്ഷെ കേന്ദ്രം സിജീനാണ്. ഇവിടെ തങ്ങൾ ജസദിന്റെ കാര്യം പറയുന്നേയില്ല. വല്ലർവാഹു, ജസദോട് കൂടെയുള്ള റൂഹാണെങ്കിലും ജസദ് ഇല്ലാത്ത റൂഹാണെങ്കിലും ഏത് റൂഹാണെങ്കിലും ഒരു കൈതുമില്ല കേട്ടോ. വല്ലർവാഹു. എന്താണ് ഈ റൂഹുകളുടെ അവസ്ഥ? അത് സിജീലിൽ കിടക്കുന്ന റൂഹുകളായിരുന്നാലും ഇല്ലിയൂനയിൽ കിടക്കുന്ന റൂഹുകളായിരുന്നാലും അവരുടെ ആ അറിയപ്പെട്ട രണ്ട് താവളങ്ങൾ അവരുടെ മെയിൻ ഓഫീസായി അവർ ഉപയോഗിക്കുന്ന അവസരത്തിൽ തന്നെ, ക്വാർട്ടേഴ്സായി അവർ ഉപയോഗിക്കുന്ന അവസരത്തിൽ തന്നെ ആ റൂഹുകൾക്ക് ഇങ്ങനെയുള്ള ഒരവസ്ഥയുണ്ട്. ജീവനുള്ള അവസരത്തിൽ, ബോഡിയോട് കൂടെയാകുന്ന അവസരത്തിലും റൂഹുകൾക്ക് ഇത്തരം ഒരവസ്ഥയുണ്ട്. എന്താണ് ആ അവസ്ഥ? റൂഹുകളുടെ അവസ്ഥ ജുനൂദും മുജന്നദ. ഈ സ്പിരിറ്റ്സ് അതെന്താണ്? The spirits are massed armies. ജുനൂദും മുജന്നദ. Massed armies, conscripted soldiers. ജുന്ദ്, ജുന്ദിയ്, ജുനൂദ്, മൂന്നായി കാണാം. ജുന്ദിയ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ. ജുന്ദ് എന്ന് പറഞ്ഞാൽ കുറെ പട്ടാളക്കാർ. ഈ ജുന്ദ് എന്ന് പറയുന്നതിനെ ബഹുവചനമാക്കുമ്പോഴാണ് ജുനൂദ്. റൂഹുകൾ എന്താണ്? അവർ ഒരുപാട് പട്ടാളക്കൂട്ടങ്ങളാണ്.
പട്ടാളക്കാരുടെ ഒരുപാട് കൂട്ടങ്ങളാണ്. ഇവിടെ കുറെ പട്ടാളക്കാർ, തൊട്ടപ്പുറത്ത് വേറെ കുറെ പട്ടാളക്കാർ, തൊട്ടപ്പുറത്ത് കുറെ പട്ടാളക്കാർ. അപ്പോഴേ എന്താവുകയുള്ളൂ? ജുനൂദായിത്തീരുക. അവരെന്തായിത്തീരുന്നു? അവർ മുജമ്മ, ജുനൂദും മുജന്നദ. മുജന്നദ മുജന്നദ എന്ന് പറഞ്ഞാൽ അർത്ഥം സുസംഘടിത, ക്യാമ്പിൽ ഒത്തുചേർന്ന. അപ്പൊ ക്യാമ്പടിച്ച നിരവധി പട്ടാളക്കൂട്ടങ്ങൾ എന്ന ഒരവസ്ഥയിലാണ് റൂഹുകൾ നിൽക്കുന്നത്. ആ റൂഹുകൾ പട്ടാള സ്വഭാവത്തിലാണ്, പട്ടാള ചിട്ടയിലാണ്, പട്ടാളക്കാരുടെ യൂണിയനാണ്, കൂട്ടായ്മയാണ് അവർക്കിടയിൽ. ആ കൂട്ടായ്മ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫമാ തആറഫ മിൻഹ ഇഖ്തലഫ. ആ റൂഹുകളിൽ നിന്ന് ചിലത് ചിലതിനോട് ആശയപരമായി, സ്വഭാവപരമായി, വിശ്വാസപരമായി, സ്നേഹപരമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രൂപ്പുകൾ ഇഖ്തലഫ. എത്രയും പെട്ടെന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് എത്തിച്ചേർന്നു. ഫ്രണ്ട്ലി, ഇതാണ് ഇഖ്തലഫ. വമാ തനാക്കറ മിൻഹ. അതേ അവസരത്തിൽ ആ ആത്മാവുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെല്ലാം ആത്മാവുകൾ ഒന്നിന് മറ്റൊന്നിനോട് പൊരുത്തപ്പെടാനും ഉൾക്കൊള്ളാനും കഴിയാത്ത പരുവത്തിലുണ്ടോ, ആ ആത്മാവുകൾ പരസ്പരം എന്താ ചെയ്യുക? ഇഖ്തലഫ, ഡിസ്അഗ്രി. അവര് എഗ്രി ആവില്ല, അവർ ഡിസ്അഗ്രി ആവും. ആ അറക്കുന്ന, വെറുക്കുന്ന രൂപത്തിൽ തന്നെ വിട്ട് 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 കളിക്കും. അപ്പോൾ ഖുതുബിയത്തിലെ യാ ശൈഖ് മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയിൽ അദ്ദേഹത്തിൽ ജസദോടുകൂടെയുള്ള റൂഹുണ്ട്. അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനും അവന് പൊരുത്തപ്പെടാനും സ്നേഹിക്കാനും കഴിയുന്നുണ്ടോ? ഇല്ലിയൂൻ എന്ന കേന്ദ്രത്തിൽ കഴിഞ്ഞുകൂടുന്ന മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ, അവരുടെ ആത്മാവിനെ, ഈ മനുഷ്യന്റെ റൂഹിന് മഅരിഫത്തിന് സാധിക്കുമോ? തആറുഫിന് സാധ്യമാണോ? ഉൾക്കൊള്ളാൻ കഴിയുമോ? സ്നേഹിക്കാൻ കഴിയുമോ? ഒരു സംശയവുമില്ല. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിലെത്തും, ഫ്രണ്ട്ലി ആയി മാറും. അല്ല, വമാ തനാക്കറ മിൻഹ. ഒരുത്തന്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ശൈഖിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയോ ആ അങ്ങേരുടെ നീക്കുപോക്കുകളെയോ ആ രീതികളെയോ ഒന്നും ഈ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയുമ്പോൾ ആ ആള് ഏതോ ശങ്കരാചാര്യരുടെ ലൈന് അതിലൂടെയൊക്കെ ആവേശം കൊണ്ട ആളാണ് എന്നൊക്കെയുള്ള ഒരു അറപ്പ് ഒരാൾക്ക് ശൈഖിന്റെ നേരെ തോന്നിയാലോ? അവിടെ ശൈഖിന്റെ റൂഹ് ഇവന്റെ റൂഹുമായിട്ട് എങ്ങനെ കളിക്കും? ഇഖ്തലഫ, പരസ്പരം അലർജിയിൽ തന്നെ കഴിയും. ശൈഖ് അവന്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല. അപ്പോൾ ഖുതുബിയത്ത് ചെല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിളി എന്ന് പറയുന്നത് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം വീട്ടിലോട്ട് ക്ഷണിച്ചു വരുത്തി പുണ്യം കരഗതമാക്കിയത് പോലെ തന്നെയാണോ? യാതൊരു സംശയവുമില്ല. കാരണം അതും ബുഖാരിയുടെ ഹദീസ്,
ഈ കേട്ടിട്ടുള്ളതും ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഇതിൽ എന്താ പറയുന്നത്? വല്ലർവാഹു, ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന ഒരു ഉപാധി വെക്കുന്നില്ല. വല്ല അജിസാദു ബിൽ അർവാഹി എന്നല്ലല്ലോ പറയുന്നത്. കേവലം റൂഹുകളുടെ കഥയാണ്. ആത്മാവുകൾ അത് ദേഹത്തിൽ നിന്നാലും ദേഹത്തിൽ നിന്ന് വിട്ടുപോയാലും മരണപ്പെട്ടതിന് ശേഷം തന്നെ രണ്ട് റൂഹുകൾ തമ്മിൽ അവർ രണ്ടുപേർ രണ്ട് കാലഘട്ടത്തിൽ എത്തിച്ചേരുകയാണ്. 1,24,000 അമ്പിയാക്കന്മാരുടെ അർവാഹുകളോട് ഇന്നത്തെ ദിവസം മരിച്ചു പോകുന്ന മുസ്ലിമിന്റെ ഹൃദയത്തിന്, അവന്റെ ആത്മാവിന് ആ ക്യാമ്പിൽ ചെല്ലുന്ന അവസരത്തിൽ വളരെ പെട്ടെന്ന് അവർ രജ്ഞിപ്പിലായി തീരുന്നതാണ്. കാരണം എന്താ? താറുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്? അത് നബി അലൈഹി സ്വലാം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അഫ്ളലു മാ ഖുൽതു അനാ വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. താറൂഫിന് പറ്റുന്നൊരു മെസ്സേജ് അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖാണ്. അത് ആദം നബിയുടെ തീസീസാണ്. അത് തന്നെയാണ് നൂഹ് നബി ഇസ്ലാമിന്റെയും തീസീസ്. അത് തന്നെയാണ് ഇന്ന് മരിച്ച് ഇല്ലിയൂനിലേക്ക് എത്തുന്ന റൂഹിന്റെയും തീസീസ്. അത് നബിയുടെ തീസീസാണ്. നബി തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. അർശിൽ പേര് കണ്ടപ്പോൾ മനസ്സിലായി അഷ്റഫുൽ ഖൽഖാണ്. ഈ തീസീസിന്റെ വിഷയത്തിൽ ഇന്ന് മരിച്ചങ്ങ് ചെല്ലുന്നവനും പഴയ ആളും തമ്മിൽ പരസ്പരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് അവർ തമ്മിലുള്ളത്. വളരെ പെട്ടെന്ന് ലോകിയാകും. അത് അവിടെ എത്തിയതിനു ശേഷം അതേ അവസ്ഥ ശരീരത്തിൽ റൂഹ് പിരിയാതെ നിൽക്കുന്ന അവസരത്തിലുണ്ട്. കാരണം വല്ലർവാഹു എന്നുള്ളത് ഒരു ഉപാധിയും വെക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വിളി യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് പറയുന്ന ആ ഒരു വിളി നമ്മുടെ കാര്യലാഭം എന്നുള്ള ആ ഒരു മട്ടിലല്ല അതിനെ കാണേണ്ടത്. നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം സാധിച്ചു കിട്ടുക, കിണറിൽ വെള്ളം കാണുക, പുരപ്പണി വേഗം തീരുക, ഈ വക ആവശ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിളി എന്ന് ആരും തെറ്റിദ്ധരിക്കും. അത് ഇവിടെ വരുന്നിടത്ത് ഒരു കാര്യം പൂർത്തിയാക്കി തരിക എന്ന് മാത്രം. മെയിൻ നമ്മുടെ ലക്ഷ്യം ഇത്ബാൻ എന്നവരുടെ വീട്ടിൽ തങ്ങൾ വന്ന് കയറിപ്പോയാൽ ഇത്ബാൻ എന്നവർക്ക് എന്തൊരു തബറൂക്കാണോ, അങ്ങനെയുള്ളൊരു തബറൂക്കാണ് മഹാനായ മുഹ്ദി ശൈഖ് റളിയല്ലാഹു അൻഹു ആവട്ടെ, അഹ്മദുൽ കബീർ റിഫാഴി എന്നിവരാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ, അതല്ലെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാം ആവട്ടെ, മൂസാ നബി അലൈഹി സ്വലാം ആവട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവട്ടെ, ഏർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ശാ എന്നിവരാവട്ടെ, അജ്മീർ തങ്ങളാവട്ടെ, സിഎം വലി അല്ലാഹി ആവട്ടെ, അവരൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന് നാം ക്ഷണിച്ചു വരുത്തി അവരുടെ റൂഹുകൾ നമ്മുടെ വീട്ടിൽ വരിക എന്നതില് നാം കാണുന്നത് ഈ ഒരു തബറുക്കാണ്. ഇത്ബാൻ എന്നവർ മുന്നിൽ കണ്ട, പിന്നെ അതിന്റെ അഡീഷണലായിട്ട് അതിനോട് ചേർന്നിട്ട് കിണറിൽ വെള്ളം കാണുക പോലത്തത് കൂട്ടത്തിലങ്ങ് സാധിച്ചു കിട്ടട്ടെ, കുഴപ്പമില്ല. മെയിൻ വിഷയം ആത്മീയത തന്നെയാണ്. നാമും നമ്മുടെ കുടുംബവും ഇവരുടെ വരവ് മൂലം ഒന്ന് കൂടുതൽ തഖ്വയുള്ളവരായി, സുഹുദുള്ളവരായി ആകെ ഒന്ന് മാറുക തന്നെ. ഇങ്ങനെയുള്ള ഒരു വിളി നമ്മെ പോലുള്ള സാധാരണക്കാരെ വിളിച്ചാൽ അതിനോട് അവരുടെ പ്രതികരണം എന്തായിരിക്കണമെന്ന് അൽ-കഹ്ഫ് സൂറത്തിലെ 18-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പാവങ്ങൾ, സാധുക്കൾ ഒരാവശ്യവുമായി വന്നാൽ ഇത്ബാൻ എന്നവർ വന്ന അവസരത്തിൽ നബിതങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ ഇറങ്ങി എന്നല്ലേ പറയുന്നത്. അതായിരിക്കണം അവരുടെ പ്രതികരണ രീതി. വസ്ബിൻ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയി യുരീദൂന വജ്ഹഹു. നബിതങ്ങളോട് പറയാ അല്ലാഹ് ലോകത്തുള്ള എല്ലാ മുഖാത്തബനോടും പറയുന്നു, മനുഷ്യ നിന്റെ ശരീരത്തെ നീ
ക്ഷമയോടെ തളച്ചിടണം. അങ്ങൊഴിച്ചിട്ട് കൊടുക്കണം നിന്റെ തടിയെ. ആർക്കൊപ്പമായിട്ട്? മാല്ലദീന, ഒരു ടീമിനൊപ്പം. യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ, രാവിലെ എന്നോ വൈകുന്നേരമെന്നോ വ്യത്യാസമില്ലാതെ ഫുൾ ടൈം അവർ അവരുടെ റബ്ബിനോട് ഇബാദത്തെടുക്കുന്നവരാണ്. റബ്ബിന് ഇബാദത്തെടുക്കുന്നവരാണ്. റബ്ബിനോട് അവരുടെ സാഷ്ടാംഗം കാഴ്ചവെക്കുന്നവരാണ്. റബ്ബിനോട് അവരുടെ ആരാധന പേ ചെയ്യുന്നവരാണ്. അത് ചെയ്യുന്ന അവസരത്തിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇഖ്ലാസ് വളരെ കൂടുതലാണ്. യുരീദൂന വജ്ഹ, ആ ഇബാദത്തിലൊന്നും ലവലേശം ലോകമാന്യമോ അതല്ലെങ്കിൽ ഒരു സ്വർഗം കിട്ടണമെന്നുള്ള ആ ഒരു ആഗ്രഹമോ അതൊന്നുമല്ല. സ്വർഗം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അതല്ല വിഷയം. അള്ളാഹുവിന്റെ വജ്ഹാണ്, പടച്ച റബ്ബിന്റെ ഈ റിളയാണ്. സ്വർഗം കിട്ടാൻ വേണ്ടി, ഉരുളിങ്ങളെ കിട്ടാൻ വേണ്ടി എന്ന ഇബാദത്താകുമ്പോ ആ ഇബാദത്ത് ഒരു കളങ്കം തീർന്ന ഇബാദത്താണ്. അത് കിട്ടട്ടെ, നമ്മൾ അറിഞ്ഞതാണ്, അറിയിച്ചതാണ്, അത് നമ്മൾ ന്യൂസായി എടുക്കുന്നു. അവിടുത്തെ അനുഭൂതികളൊക്കെ നമ്മളൊരു ന്യൂസായി എടുക്കുന്നു. പക്ഷെ അത് നമ്മുടെ വായത്ത് അല്ല, നമ്മുടെ അഭിലാഷത്തിന്റെ ലാസ്റ്റ് പോയിന്റ് അതല്ല. ലാസ്റ്റ് പോയിന്റ് കേവലം ഇത്രയും കളങ്കം തീർന്ന ആരാധന അർപ്പിക്കുന്ന ആളുകൾ അവരുടെ കൂടെ എത്ര സമയം ചിലവിടേണ്ടി വന്നാലും നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ അവർക്കങ്ങ് തീരെഴുതി കൊടുത്തേക്കൂ. വെറും പള്ളിക്കകത്തിരുന്നു കൊണ്ട് തസ്ബീഹ് ചെല്ലാൻ അവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, വീട്ടിലോട്ട് ക്ഷണിച്ചാൽ വസ്ബിർ നഫ്സക, അതെ, തങ്ങളുടെ തടിയുമായി അവിടേക്ക് ചെല്ലുക. അവിടുന്ന് അവർ പറയാണ്, ചീരണി വെന്തിട്ടില്ല തങ്ങളെ, ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കണം. വസ്ബിർ നഫ്സക, ആ സാധുവിന്റെ ഒരു മോഹല്ലേ, സാധിപ്പിച്ചു കൊടുക്കണം തങ്ങളെ. അപ്പോ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു വിളി വിളിച്ചാൽ ഷേഖ് ആ വിളിയുടെ ഗൗരവം പോലെ അതിനെ മെയിൻറ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. മരിച്ചവർക്ക് ബാധകമാണോ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഉടനെ നാം ഏത് ഹദീസ് എടുത്തു വെക്കും? വല്ലർവാഹു ജുനൂദും മുജന്നദ എന്നത് എടുത്തു വെക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ വസ്ബിൻ നഫ്സക, മരിച്ചവരോട് അത് ബാധകമല്ല എന്ന് പറയുന്നവരോട് ഉടനെ നാം എടുത്തു വെക്കും. വല്ലർവാഹു ജുനൂദും മുജന്നദ, റൂഹുകൾക്ക് ഇത് ബാധകമല്ലേ? പിന്നെന്തിനാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിറക്കിയത്? ഫൽ മുദബ്ബിറാത്ത് എന്ന് പറഞ്ഞ പ്ലൂറൽ നമ്പറാണല്ലോ. കൺട്രോൾ, അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ ആത്മാവുകളെയാണ് സത്യം. മുദബ്ബിറാത്ത് അർവാഹാണെന്നാ പറയുന്നത്. യോഗ്യരായ ആളുകളുടെ അർവാഹ്, മഹാത്മാക്കൾ എന്ന് പറയുന്ന അർവാഹാണ് മുദബ്ബിറാത്ത്. അവരൊക്കെ ഫീൽഡിലുണ്ട്, അവരൊക്കെ അഡ്മിനിസ്ട്രേഷൻ തലങ്ങളിലുണ്ട്. അംറ, മനുഷ്യന്മാരുടെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടുണ്ട്. ഈ ഉമ്മത്തിന്റെ 5 വഖത്ത് നിസ്കാരം അത് ഈ തദ്ബീർ നടത്തിയിട്ടല്ലേ മൂസാ നബി അലൈഹി ഇസ്ലാം എന്ന പറയുന്ന വഫാത്തായ ഒരു മഹൽ വ്യക്തിത്വം മരണാനന്തര ലോകത്ത്, ബർസഖിയ ലോകത്ത് ആക്റ്റീവായത് കൊണ്ടല്ലേ ഇന്ന് 50 വഖത്ത് നിസ്കരിക്കാതെ 5 വഖത്ത് നിസ്കരിക്കുന്നത്. ഫൽ മുദബ്ബിറാത്തി അംറ, ഭൗതികവും മതപരവുമായ എല്ലാ വക അമ്രുകളിലും പടച്ച റബ്ബിന്റെ ഇതിനോടുകൂടെ ആക്റ്റീവായിട്ടുള്ള ആത്മാവുകളെയാണ് സത്യം. ഫൽ മുദബ്ബിറാത്തി. ഒരാള് പറയാണ്, ഇപ്പോഴത്തെ ഉസ്താദുമാർക്കൊക്കെ ഉള്ളതുപോലെ എല്ലാറ്റിനും ഉസ്താദുമാര് കത്രിക വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനടക്കം മങ്കൂസ് മൗലിദ് തുടങ്ങിയാൽ 2 ഹദീസ്, അത് കഴിഞ്ഞാൽ ഫാത്തിഹ യാസീൻ. മങ്കൂസ് തീർത്തോതില്ല. ഈ തീർത്തോതൂല എന്ന് കണ്ടിട്ടാണ് ആദ്യം തന്നെ അത് മങ്കൂസാക്കിയത്. അല്ലെങ്കിൽ തൊവലാക്കുമായിരുന്നു. തൊവലപ്പുറത്തുണ്ട്, അത് മങ്കൂസാക്കിയത്. എന്നിട്ട് അതിനെ മങ്കൂസ് മുതൽ പിന്നീട് മങ്കൂസ്. കുതുബിയത്തിൽ 1000 എന്നുള്ള ഒരു എണ്ണം ഉണ്ടെങ്കിൽ അത് മെല്ലെ കുറുക്കി ഒരു 300ലേക്ക് ഇങ്ങോട്ട് പാസ്സാക്കും. ഈ മടിയനായ ഉസ്താദിനോടും വീട്ടുകാരനോടൊക്കെ പറയുക, വസ്ബിർ നഫ്സക,
നീ 1000 തന്നെ ചെല്ലാൻ വേണ്ടി നിന്റെ തടിയെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് പോവല്ല. 10:30 തുടങ്ങിയാൽ 1 മണിക്ക് പോയാൽ മതി. കാരണം ആരുടെ കൂടെയാണ് നിന്റെ ഈ സബൂർ? മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി. സമയഭേദമില്ലാതെ പടച്ച റബ്ബിന് ഇബാദത്ത് എടുക്കുന്നവർക്കൊപ്പം. നേരെ തിരിച്ചു പറയാ, ആരാണ് ഈ മഅല്ലദീന യദഊന? അതിവിടെ വരുന്ന ശൈഖാണ്. ഇവിടെ വരുന്ന ശൈഖാണ്. ശൈഖ് നിസ്കരിക്കേ, മരിച്ചുപോയ ശൈഖ് നിസ്കരിക്കേ. ആർക്കാണ് ധൈര്യം പറയാൻ കഴിയുക നിസ്കരിക്കുന്നില്ല എന്ന്? കാരണം മുസ്ലിമിന്റെ ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റഅയ്തു മൂസാ യുസല്ലി ഫിൽ ഖബ്രി. ഞാൻ മൂസാ നബി അലൈഹി സ്വലാമിനെ ഖബറിൽ നിസ്കരിക്കുന്ന കാഴ്ച കണ്ടു. തങ്ങളെ തിരക്കിട്ട് ഇസ്രായിന്റെ ആ ബൈത്തുൽ മുഖദ്ദസ് ഉന്നം വെച്ചുകൊണ്ടുള്ള സൂപ്പർ എക്സ്പ്രസ് യാത്രയിലാണ്. ആ പോകുന്ന പോക്കിൽ വഴിയിലാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഓരത്താണ്, അഥവാ വളരെ അടുത്ത ഒരു പ്രവിശ്യയിലാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ. അപ്പൊ പോകുന്ന പോക്കിൽ കണ്ട കാഴ്ച എന്താ? മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ നിസ്കരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന് നിസ്കാരം ഉണ്ടോ? കല്ലല്ലോ. മരിച്ചാ പിന്നെ തക്ലീഫ് ഒഴിഞ്ഞില്ലേ? പഠിച്ച പാട്ടാണ്, അത് നിർത്തൂല. അതിന്റെ തക്ലീഫ് ഇല്ലെങ്കിലും ആ പാട്ട് പാടുക തന്നെ ചെയ്യും, നിർത്തൂല. അവർ മൂസാ നബി അലൈഹി സ്വലാം ഖബറിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതെ? മൂസാ നബി സ്വലാം ഖബറിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മൊയ്‌ലി ശൈഖ് നിസ്കരിക്കാതെ? നിർബന്ധമായിട്ടല്ല, അവൻ പഠിച്ച പാട്ടാണ്. അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് നിസ്കാരം. അപ്പോൾ അതിനെ ആ ലോകത്തിരുന്നുകൊണ്ട് അവരത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ടാകും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇങ്ങനെ വന്നുപോയി. റഅയ്തു മൂസ യുസല്ലി ഫിൽ ഖബ്രി എന്ന് നമ്മുടെ കയ്യിൽ കിട്ടിപ്പോയി. എങ്കിൽ പിന്നെ ബാക്കിയുള്ള മഹാന്മാരായ ആളുകളും അള്ളാഹുവിനോടുള്ള ആ മുനാജാത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അപ്പോൾ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന എന്നുള്ളത് എങ്ങോട്ടങ്ങ് പോയി? ഈ മരണാനന്തര ലോകത്തും അള്ളാഹുവിനോടുള്ള ആ ലദ്ദത്ത് വിടാത്ത ഷെയ്ഖ് നിന്റെ വീട്ടിൽ വരുന്ന ഒരു ടൈമില് നീ 300 ചൊല്ലിയിട്ട് മെല്ലെ ഭക്ഷണം കഴിച്ച് മോട്ടോർ എടുത്ത് പറക്കല്ലേ, അവിടെ കെട്ടിയിടുന്നു എന്റെ തടി. അങ്ങനത്തെവരെ വിളിച്ചാൽ മതി പരിപാടിക്ക്. മടിയന്മാരല്ലാത്തവരെ നോക്കി വിളിച്ചാൽ മതി. മടിയന്മാര് ഹല്ലി വല്ലി, അവരെ വിട്ടേക്കുക. നല്ലവരായ ആളുകളെ പരമാവധി നമ്മിലേക്ക് അടുപ്പിക്കാൻ നാം വലിയ യത്നം നടത്തണം. എന്ന പോലെ അവരോട് അങ്ങോട്ട് ഒട്ടാനോ, ഇങ്ങോട്ട് വിളിക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് ഒട്ടാനോ നല്ലതുപോലെ വിയർക്കുക തന്നെ വേണം എന്നതിന്റെ തെളിവാണ് വഇദ് ഖാല മൂസ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ ഔ അംലിയ ഉഖബാ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം തന്റെ ഫതയോട് പറയുകയാണ്, ലാ അബ്റഹു, ഞാൻ ആയിക്കൊണ്ടേയിരിക്കും, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ നിർത്തില്ല. മജ്മഉൽ ബഹ്റൈനി എത്തുന്നത് വരേക്കും. അതിലിപ്പോ എത്ര ക്ഷീണം തട്ടിയാലും കുഴപ്പമില്ല, കാലം പിന്നിട്ടാലും തരക്കേടില്ല. എനിക്ക് മജ്മഉൽ ബഹ്റൈനി വരെ പോവാതെ പറ്റില്ല. ഞാൻ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കും. നീയും കൂടെ വാ. അങ്ങനെ ഇരുവരും നടന്ന് മജ്മഉൽ ബഹ്റൈനി എത്തി. കാണാൻ വിചാരിച്ച ആളെ കണ്ടു. കെഞ്ചി നോക്കി. ഖാല ലഹു മൂസ, ഖളർ വലിയോട് മൂസാ നബി പറയുന്നു, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത. താങ്കളുടെ കയ്യിലുള്ള സാധനം, ചരക്ക്, വൈജ്ഞാനിക ചരക്ക്, ശകലം ഈ പാവപ്പെട്ടവന് പഠിപ്പിച്ചു തരിക എന്ന ഒരു
സഹായം അത് അങ്ങ് വിശാല മനസ്സ് കാണിക്കണം. ദയവായി എന്നെ അങ്ങയുടെ വൈജ്ഞാനിക വിഹായസിലേക്ക് എന്നെ കൂടി ആ വിഹായസിലേക്ക് ഒന്ന് കൈപിടിച്ച് ആനയിച്ചാലും. ഇവിടെ എന്താ നാം കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്ബാൻ എന്നവർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. ഇതുപോലെ തന്നെ വലിയ ആളുകളുടെ അടുത്തേക്ക് അങ്ങോട്ട് ഒട്ടാനും നാം ശ്രമിക്കണം. ഇങ്ങോട്ട് വിളിച്ച് നാം സൗഹൃദം ഉണ്ടാക്കുന്നത് പോലെയും നമുക്ക് അഡ്രസ് ഉണ്ടാക്കുന്നത് പോലെയും അവരുള്ളയിടത്തേക്ക് അങ്ങോട്ട് ചെന്നുകൊണ്ടും നാം അഡ്രസ് ഉണ്ടാക്കണം. അപ്പൊ കുത്തുബിയത്ത് നാട്ടില് വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും കയ്യിൽ കാശൊത്താൽ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത ആളുകൾ ഉണ്ട്. ഒരു ബഗ്ദാദ് യാത്ര ആരോ സംഘടിപ്പിക്കുന്നുണ്ട്, മെല്ലെ ഒന്ന് അപേക്ഷ കൊടുത്തു നോക്കുക, അങ്ങോട്ട് പോവുക. ശേഖുള്ളയുടെ മറമാടപ്പെട്ട സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവുക. മൂസാ നബി സ്വലാം കണ്ടില്ലേ, ഖദ്ർ വലിയുള്ള അങ്ങോട്ട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുകയാണ്. കേന്ദ്രങ്ങളിലേക്ക് അങ്ങോട്ട് ചെന്നുകൊണ്ടും ബന്ധങ്ങൾ ഉറപ്പിക്കുക എന്നതിന് തെളിവ് കേൾക്കുക. കാല അബൂബക്കറിൻ ഒരിക്കലേ ഉമർ എന്നവർ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ബഅദ വഫാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ മരിച്ച ശേഷം സുദ്ദീഖ് എന്നവർ ഉമർ എന്നവരോട് പറയാ, ഖലീഫ ഒരു സന്തത സഹചാരിയായ ഉമർ എന്നവരോട് പറയാ, ഇൻദലിഖ് ബിനാ ഇലാ ഉമ്മി ഐമൻ റളിയല്ലാഹു അൻഹ. പ്ലീസ് ഉമർ എന്നവർ വിളിച്ച് പറയാ, അല്ല പിന്നെ ലെറ്റസ് അങ്ങനെയുള്ളൊരു പറച്ചില്, നമ്മെ ഒന്ന് ഉമ്മു ഐമൻ എന്നവരുടെ ആ ഉമ്മായുടെ അടുത്തേക്ക് ഒന്ന് ആനയിച്ചാലും. ഉമറേ, ലെറ്റസ് നമുക്കൊന്ന് പോവാം. നസൂറുഹ, ആ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയെ നമ്മളൊന്ന് സിയാറത്താക്കുക. മറന്റെ പിറകിൽ നിന്ന് സംസാരിച്ചാൽ മതിയല്ലോ. ഇദാ സഅൽതുമൂഹുന്ന, വല്ലതും അവരോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, വലായിൽ നിൽക്കുക. ഉമ്മു ഐമൻ ബീവിയെ അകത്തിരുത്തി ഒന്ന് സിയാറത്താക്കുക. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹാ, അല്ലാഹുവിന്റെ റസൂലുള്ള സന്ദർഭത്തിൽ ഇടയ്ക്കിടെ ഉമ്മു ഐമൻ ബീവി എന്ന് പറയുന്ന ഉമ്മാനെ തങ്ങൾ അങ്ങോട്ട് ചെന്ന് സിയാറത്താക്കലുണ്ടായിരുന്നല്ലോ. തത്തുല്യം തങ്ങൾ ചെയ്ത ആ ഒരു വേല നാമും ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പ്ലീസ് ആയിയെ ആര് ക്ഷണിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇപ്പം മനസ്സിലായി, ഉമ്മു ഐമൻ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദർജ കൊണ്ട് വളരെ വ്യത്യാസമുണ്ട്. തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. സിദ്റത്തുൽ മുൻതഹയും അതിനപ്പുറമൊക്കെ സവാരി ചെയ്ത് വന്നയാളാണ്. അർശിൽ പണ്ടേ പേരുള്ളയാളാണ്. ഉമ്മു ഐമൻ ബീവി അത് മദീനത്തെ ഒരു കൂരയിൽ കഴിയുന്ന ഒരു ഉമ്മയാണ്. തങ്ങളും അവരും തമ്മിൽ ഒരുപാട് ദർജ വ്യത്യാസമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഉമ്മു ഐമൻ ബീവി എന്ന് പറയുന്ന മഹൽ വ്യക്തിത്വം പ്രാസ്ഥാനികമായി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർന്ന കണ്ണി തന്നെയാണ്. പല ബന്ധങ്ങളുമുണ്ട്. അത് എല്ലാറ്റിൻ്റെയും പുറമെ കൂടുതൽ പ്രായമുള്ളവര് എന്ന ഒരു ബന്ധവുമുണ്ട്. അപ്പോ അവരുടെ കയ്യിൽ ഉള്ളത് നമുക്ക് കിട്ടണം. ബീവിയുടെ കയ്യിൽ ഇപ്പൊ എന്താവുന്ന ആകെ ഉണ്ടാവുക, ആ മക്കളെ എല്ലാവരെയും അള്ളാഹു നന്നാക്കട്ടെ കേട്ടോ, ഞാനും ദുആ ചെയ്യാം, നിങ്ങളും ദുആ ചെയ്യൂ എന്ന് പറയുന്ന ഒരു ഗുരുത്വത്തിന്റെ വർത്തമാനാണ് ഇപ്പൊ ആ ഉമ്മായുടെ കൈമുതല്. അത് കിട്ടാനാണ് ഈ സിദ്റത്തുൽ മുൻതഹയിലൊക്കെ പോയി വന്ന ആള്
ഇടയ്ക്കിടെ അങ്ങോട്ട് ചെല്ലുന്നത്. ഹദീസ് എവിടെയാ? ഹദീസ് എവിടെയാ? മുസ്ലിമിന്റെ ഹദീസിലാണ്. നസൂറുഹ കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹ. ഇങ്ങനെ കിട്ടുന്ന കൂട്ടായ്മകൾ, വലിയ ആളുകളുമായിട്ടുള്ള കൂട്ടായ്മ, നല്ലവരുമായുള്ള കൂട്ടായ്മ, ആ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതിലും അതിൽ അറ്റൻഡ് ചെയ്യുന്നതിലും അടങ്ങിയിട്ടുള്ള നേട്ടം വിശദീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുക, ഹദീസിൽ നിന്ന് കേൾക്കുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹ് വജലീസി സൂ കഹാമിലിൽ മിസ്ക് വനാഫിഖിൽ കീർ ഫഹാമിലുൽ മിസ്കി ഇമ്മാ അൻ യുഹ്ദിയക വഇമ്മാ അൻ തബ്തഅ മിൻഹു വഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബാ. ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി, ഒരു സ്വാലിഹായ സഹ ഇരുത്തക്കാരന്റെ കൂടെ ഇരിക്കുന്ന ആളുടെ ഉദാഹരണം വജലീസി സൂഇ, സ്വാലിഹിന്റെ കൂടെയല്ല, മറിച്ച് മോശപ്പെട്ടവന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഇരുത്തക്കാരന്റെയും. കഹാമിലിൽ മിസ്കി, അതിന്റെ രൂപം കേൾക്കണം. കസ്തൂരി എന്ന് പറയുന്ന സാധനത്തെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരാളുടെ ഒപ്പം ഇരുന്നവനെ പോലെ, വനാഫിഖിൽ കീരി എന്ന പോലെ, ഈ കൊല്ലന്റെ ആലയിൽ കൊല്ലൻ അതിനെ ഊതിക്കൊണ്ടിരിക്കുമല്ലോ അവന്റെ യന്ത്രം കൊണ്ട്, അതിന്റെ അരികിൽ പോയി ഇരിക്കുന്നവനെ പോലെയും. ഫഹാമിലുൽ മിസ്കി, കസ്തൂരി കച്ചവടക്കാരൻ എന്ന് പറയുക, അവന്റെ അരികിൽ നീ ചെന്നിരുന്നാൽ എന്ത് സംഭവിക്കും? മൂന്നാലൊന്നുണ്ട്. ഇമ്മാ യുഹ്ദിയക, ഒന്നുകിൽ അയാൾ നിനക്ക് വെറുതെ തരും, സ്വല്പം പുരട്ടി തരും. വൈമാൻ തബ്തഅ മിൻഹു, ഒന്നുകിൽ നീ അത് അയാളിൽ നിന്ന് പൈസ കൊടുത്തു. വൈമാൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, ഒന്നുമില്ലെങ്കിൽ നിനക്ക് അവിടെ നിന്നാൽ സുഗന്ധം ആസ്വദിക്കാം. മൂന്നിലൊന്ന് ഉറപ്പാണ്. ഇതുപോലെയാണ് ഒരു സ്വാലിഹായ ആളുടെ കൂടെ സ്റ്റേജ് പങ്കിട്ടാൽ, സദസ്സ് പങ്കിട്ടാൽ, അവരോടൊപ്പം ഒരല്പസമയം നീ കൂടിയിരുന്നാൽ, ഒന്നുകിൽ ബഗ്ദാദിൽ ചെന്നിട്ട് മുഹ്യിദ്ദീൻ ശൈഖിനോട് ജൽസ, അല്ലെങ്കിൽ മഹാനവറുകളെ ക്ഷണിച്ച് നമ്മുടെ വിളിയുടെ വൗക്ക് കൊണ്ട് മഹാനവറുകൾ വന്ന് ജൽസ, വീട്ടിൽ ജൽസ. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ തികച്ചും അത് കസ്തൂരി കച്ചവടക്കാരന്റെ മജ്ലിസിൽ എത്തിയതുപോലെ തന്നെയാണ്. മൂന്നിലൊന്ന് ഉറപ്പിക്കാം. കസ്തൂരി കച്ചവടക്കാരന്റെ അരികിലെത്തിയാൽ ഒന്നുകിൽ അയാൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ശകലം തരും, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കാശ് കൊടുത്തു വാങ്ങും, അതുമല്ലെങ്കിലോ ആ സ്മെല്ലെങ്കിലും അനുഭവിക്കും. ഷെയ്ഖ് ഒന്നും തരാതെ മടങ്ങുകയാണെന്ന് വെക്കുക. നമുക്ക് മഹാനവറുകളുടെ വകയായിട്ട് ഒരു ഈമാന് വർദ്ധിപ്പിക്കലോ തഖ്വ വർദ്ധിപ്പിക്കലോ അതൊന്നും പടച്ച റബ്ബിന്റെ അനുമതിയോടുകൂടെ ഷെയ്ഖ് ഇടപെട്ട് ചെയ്തു തന്നില്ല എന്ന് തന്നെ വെക്കുക. നാം ഇന്നലത്തെ കുഞ്ഞോയി എന്നെ നാളത്തെ കുഞ്ഞോയി, അല്ലെ ഇന്നലത്തെ വീരാൻ തന്നെ നാളത്തെ വീരാൻ, ഇന്നലത്തെ മമ്മദ് ഖാൻ എന്നെ നാളത്തെ മമ്മദ് ഖാൻ, ഒരു അളവ് കൂടിയിട്ടൊന്നുമില്ല. എന്നാൽ തന്നെയും ഈ ഖുതുബിയത്തിന്റെ സദസ്സിൽ ഷെയ്ഖിന്റെ കൂടെ ഒരു ജലീസാവാൻ കഴിഞ്ഞാൽ അത്രയും സമയത്ത് ഒരു സ്മെല്ല് അനുഭവിക്കാനെങ്കിലും കഴിയും. എങ്ങനെയായിരുന്നു മെച്ചം തന്നെയാണ്.
ഒഴിവാക്കരുത്. സദസ്സ് കിട്ടുന്നത് ഒഴിവാക്കരുത്. ഒരിക്കലും അവരങ്ങനെ തരാതെ പോവില്ല കേട്ടോ. വന്ന സ്ഥിതിക്ക് ഒന്നും തരാതെ പോവുകയില്ല. നമ്മുടെ ഈമാനിന്റെ അളവ് ഒന്ന് കൂട്ടുന്നതിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ മടങ്ങുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നു പോകുന്ന ആളുകള് വരുന്ന അവസരത്തിലുള്ള ആ ഒരു ഖദറിലല്ല മടങ്ങി പോകുമ്പോൾ അവരുടെ ഈമാൻ ഉണ്ടാവും. എന്നാൽ ആ നബിതങ്ങളുടെ പേരക്കുട്ടികളായ സുൽത്താനുൽ ഔലിയ എന്ന പദവിയിലെത്തിയ ഒരാള് സംഗതി വച്ചാൽ നമുക്ക് ആ അങ്ങേരുടെ ഹളറത്തിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദാനം തന്നിട്ട് തന്നെ അവിടുന്ന് പോവുള്ളൂ എന്ന് വേണം കരുതാൻ. ഇത്തരം മഹാത്മാവ് അവരൊക്കെ നമ്മുടെ സദസ്സുകളിലേക്ക് വന്നിറങ്ങുക ഇല്ലീൻ എന്നിടത്ത് മെയിൻ താവളമാക്കി നിൽക്കുന്നിടത്ത് നിന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമോ, പറക്കുമോ, യാത്ര ചെയ്യുമോ എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ അവരോടൊക്കെയും പറയാനുള്ളത് അള്ളാഹുവിന്റെ റസൂല് പറയുകയുണ്ടായല്ലോ, ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെയുണ്ട് എല്ലാ അമ്പിയാക്കന്മാരും. എന്നെ അവരെല്ലാവരും കൂടി പിടിച്ച് ഇമാമാക്കി അവിടെ നിസ്കരിപ്പിച്ചു. അപ്പൊ ഈ അമ്പിയാക്കന്മാര് എവിടെയൊക്കെ ആ മറമാടപ്പെട്ടു? ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയാണ്. നബി അലൈഹി ഇസ്ലാമിന്റെ മെയിൻ ജീവിതം, കാര്യമായ ജീവിതം ഇന്ത്യയിലായിരുന്നു എന്നാ പറയപ്പെട്ടു. 40 പ്രാവശ്യം നടന്ന് ഹജ്ജിന് പോയ അത്ര ഇന്ത്യയിൽ. അതെ, ഹജ്ജ് ആദമു മാഷിയ നെൽ ഹിന്ദ് 40 തവണ ഇന്ത്യയിൽ നടന്നുപോയി. അത്രയും തവണ നടന്നു പോകണമെങ്കിൽ ജീവിതത്തിന്റെ സിംഹഭാഗവും ഒരുപക്ഷെ ഈ ഭാഗത്തായിരിക്കില്ലേ കഴിച്ചുകൂട്ടിണ്ടാവുക. മക്കത്തും മദീനത്തും അറഫയിലും, മക്കത്തും അറഫയിലും മുസ്ദലിഫിലും എല്ലാം ഉണ്ട്, ശരിയാണ്. എങ്കിൽ ആ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ശീസ് നബി എവിടെയായിരിക്കാം മറവിട്ടുണ്ടാവുക? ഒരുപക്ഷെ അയോധ്യയിലാവാം. ഹൈന്ദവ ആളുകള് ചരിത്രത്തെ തിരുത്തിയതാകാം. ഔദ്, അയോധ്യ, ചിലർക്കെങ്കിലും ധാരണയുണ്ട് ഈ ശീസ് നബി അലൈഹി ഇസ്ലാം ആയിരുന്നു അവിടെ താമസിച്ചിരുന്ന മഹാൻ. അദ്ദേഹത്തെ പേരുമാറ്റി പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. ശരിയോ തെറ്റോ നമുക്കറിയില്ല. ഏതായാലും അമ്പിയാക്കളിൽപ്പെട്ട കുറെ പേര് ഈ രാജ്യത്തും മരണപ്പെട്ട് കിടക്കുന്നുണ്ടാവും. ഇവരൊക്കെ എവിടെ എത്തിയെന്നാ പറയുന്നത്? അവര് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയെന്ന. അതും കഴിഞ്ഞ് ആകാശത്ത് പോയപ്പോൾ സ്വീകരണ കമ്മിറ്റി ചെയർമാൻമാരായിട്ട് ഓരോരുത്തരും, 1-ാം ആകാശത്തിൽ ആദം നബിയാണ് സ്വീകരണ കമ്മിറ്റി ചെയർമാൻ. 7-ാം ആകാശത്ത് നിന്നപ്പോൾ അവിടെ സ്വീകരണ കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം നബി. അവരൊക്കെ നേരത്തെ മൗമൂമുകളായിട്ട് താഴെയുണ്ട്. അതേ ആളുകൾ തന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ എത്തി. ഖബറിൽ നിസ്കരിക്കുന്നതായി കണ്ട മൂസാ നബിയെ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയപ്പോഴേക്ക് അവിടെ കാണും. അതേ മൂസാ നബി ഇസ്ലാമിനെ തങ്ങൾ മെഹ്റാജ് പോയപ്പോൾ 6-ാം ആകാശത്തിന്റെ സ്വീകരണ കമ്മിറ്റി ചെയർമാനായിട്ട് മൂപ്പർ അവിടെയും കാണും. ഇതൊക്കെ എന്താ? ഇല്ലിയീൻ എന്ന് പറയുന്നത് അവരുടെ മെയിൻ താവളമാണ്. അർവാഹിന്റെ, നല്ല ആളുകളുടെ മെയിൻ താവളമാണ്. ആ താവളത്തിൽ നിന്ന് പടച്ച റബ്ബിന്റെ അനുമതി അനുസരിച്ചുകൊണ്ട് അവര് സവാരിയിലാണ്, മുദബ്ബിറാത്തായി നടക്കുകയാണ് എന്നല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മലായിക്കത്ത് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അഭൗതിക ഷഖ്സിയാത്തുകളാണ്, ഐഡികളാണ്. സാധാരണ നമ്മുടെ ബാഹ്യപ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമല്ലല്ലോ മലക്കുകൾ എന്ന് പറയുന്നത്. റൂഹുകളും അങ്ങനെ തന്നെ. നമുക്ക് ഭൗതികമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒന്നാണ് റൂഹുകൾ. ഈ അഭൗതികമായി നാം വിശ്വസിക്കുന്ന മലായിക്കത്തിനെ കൊണ്ട് അല്ലാഹു തആല സവാരി ചെയ്യിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിലൂടെ കാണാം. മലക്കുകൾ തന്നെ പറയുന്നതായി. എന്താ മലക്കുകൾ പറയുന്നത്? വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക, ഞങ്ങൾ താങ്കളുടെ റബ്ബിന്റെ ഓർഡർ പ്രകാരമല്ലാതെ ഒരിടത്തും ലാൻഡ് ചെയ്യില്ല. ലഹു മാ ബൈന ഐദീന വമാ ഖൽഫനാ വമാ ബൈന ദാലിക, ഞങ്ങളുടെ മുന്നും ഞങ്ങളുടെ ബേക്കും ഞങ്ങളുടെ സൈഡും എല്ലാം
അള്ളാഹുവിന്റെ പരമാധികാരത്തിലാണ്. ഇതിൽ എന്താ മനസ്സിലാകുന്നത്? പടച്ചറമ്പ് ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് മലായിക്കത്ത്. നീ അവിടെ ചെന്നിറങ്ങൂ, നീ ഇവിടെ ചെന്നിറങ്ങൂ. അഭൗതികമായ ഈ മലക്കുകൾ പല സ്ഥലത്തും നുസൂലുണ്ടാകുന്നു. മാനത്തനസ്സലു, ഞങ്ങൾ ലാൻഡ് ചെയ്യില്ല ഉത്തരവോടുകൂടെ അല്ലാതെ. അപ്പൊ ഉത്തരവോടുകൂടെ ലാൻഡിങ് ഉണ്ട് എങ്കിൽ ഈ അർവാഹ് എന്ന് പറയുന്നതിനും ഇതേപോലെ അഭൗതികമായൊരു വസ്തുവാണ് അർവാഹ്. ഭൗതികമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്തൊരു വസ്തുവാണ്. അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ റൂഹുകൾക്ക് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിക്കൂടാ? എന്തുകൊണ്ട് ഫീ ബൈത്തിഹി ഖദ് യുലാഖി, നമ്മുടെ വീട്ടിൽ ഈ റൂഹിന് എത്തിക്കൂടാ? ഇറങ്ങാം, തീർച്ചയായും ഇറങ്ങാം. കാരണം ലഹൂമാ ബൈന ഐദീന വമാ ഖൽഫന വമാ ബൈന ദാലിക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഖാരിയിലുള്ള ഹദീസാണ്, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ അവൻ ആരെയാണോ മഹബ്ബത്ത് വെച്ചിട്ടുള്ളത് അവരോട് ഒപ്പമാണ്. അപ്പോ ഈ മഴ എന്ന് പറയുന്നത് മുസാഹബത്തിനെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന ആളുടെ മഴിയത്ത് ഈ സ്നേഹിക്കുന്നയാൾക്ക് കിട്ടുന്നതാണ്. സ്നേഹിക്കപ്പെടുന്നയാൾക്ക് പാറാനും പറക്കാനും ലാൻഡിങ്ങിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കുകയാണെങ്കിൽ പാറയും പറന്നും തന്നെ സുഹബത്തുണ്ടാകും. അതേ സന്ദർഭത്തിൽ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അല്ലാഹു കൊടുക്കാത്ത ആളാണെങ്കിലോ, അങ്ങനെ കൊടുക്കാത്ത ആൾക്ക് പാറയും പറന്നും എത്താനും കഴിയില്ല. സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിച്ചതിന്റെ പേരിൽ പാറി പറന്നവർ വരില്ല. കാരണം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് കൊണ്ട്. പിന്നെന്തേ ഉണ്ടാവുള്ളൂ? ഇവൻ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. പിറകെ ഇവനും കൂടി മരണപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേ ആൾ ചെല്ലുന്ന നരകത്തിലേക്ക് അങ്ങ് ഒത്തുകൂടും. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് അൽമർഉ മഅ മൻ അഹബ്ബ അവർക്ക് ഒന്നിക്കാം. പക്ഷെ കഴിവുള്ളവരായ ആളുകളാണെങ്കിൽ അവർക്ക് ഈ NOC ശരിയായാൽ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ദി സ്പേസ് ആൻഡ് സൂപ്പർ സ്പേസ്, എവിടെയും അവർക്ക് പാസ് ചെയ്യാനുള്ള ആ NOC ലഭ്യമായി കഴിഞ്ഞാൽ നിശ്ചയം അവർ യഥാർത്ഥ മഴിയത്ത് സുഹബത്തുമായിട്ട് അൽമർഉ മഅ മൻ അഹബ്ബ. കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മരിച്ചുപോയ വല്ലിപ്പന്മാരൊക്കെ. അപ്പൊ അതിൽ നിന്ന് കഴിവിട്ടുള്ള ആളുകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ സാന്നിധ്യം ബൈത്തുൽ മുഖദ്ദസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബായിൽ അബ്ദുൽ മുത്തലിബ് എന്നവരുണ്ട്. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നവരും ഇബ്രാഹിം നബിയും രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പാര് തന്നെ. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൽ നബി തങ്ങളുടെ സുഹബത്തിന് എത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നില്ല. എന്തായിരിക്കും കാരണം? അബ്ദുൽ മുത്തലിബ് എന്നിവർ പറയുന്നവരുടെ റൂഹിന് മരണാനന്തര കാലഘട്ടത്തിൽ, ബർസഖിയ കാലഘട്ടത്തിൽ അത്രയും വലിയ ഒരു സ്വാതന്ത്ര്യം ഒരു NOC അല്ലാഹു തആല കൊടുക്കില്ല എന്നതിന്റെ പേരിലായിരിക്കും. അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് എന്താ ദറജ? മാനവർകൾ ഫത്രത്തിന്റെ കാലത്ത് ജീവിച്ച ഒരാളാകുന്നു. ഫത്രത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ മതപരമായ തക്ലീഫുകൾ, റൂൾസുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ. അപ്പൊ മതപരമായ റൂൾസുകളൊന്നും ഇല്ല എങ്കിൽ അത്തരക്കാരുടെ ദറജ എന്താ? രേഖകൾ അനുസരിച്ചുകൊണ്ട് വാലൽ അഅറാഫി റിജാൽ, അവരുടേതായ അവസാന കാലത്തെ വാസം സ്വർഗത്തിലും അല്ല നരകത്തിലും അല്ല, മറിച്ച് അഅറാഫിലെ. അങ്ങനെയാണെങ്കിൽ അബ്ദുൽ മുത്തലിബ് എന്നവരെ ഒരു പക്ഷേ എവിടെയായിരിക്കാം? അഅറാഫിന്റെ ആൾക്കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക. അതിനേക്കാളും ഉയർന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം എന്ന് പറയുന്ന വാപ്പ. അപ്പൊ ആ വാപ്പാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇസ്രാഈലിന്റെ സമയത്ത് മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അവിടെയൊക്കെ പാറാനും പറക്കാനുള്ള NOC അല്ലാഹു കൊടുത്തു. അൽമർഉ മഅ മൻ അഹബ്ബ അവിടെ നാം കാണുന്നതാണ്, കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ അത് ഇസ്രായേൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്നോ
മേറാജിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്നോ നബിതങ്ങൾ ബ്രേക്ക് ഇട്ടിട്ടില്ല. മറിച്ച് വളരെ ലൂസാക്കിയിട്ടാ പറഞ്ഞത്. അല്ലർവാഹു വല്ലർവാഹു ജുനൂദും മുജന്നദ, ലൂസാക്കി വിട്ടിരിക്കുക. ഒരു സമയപരിധിയോ മറ്റെന്തെങ്കിലും ഒരു ഉപാധിയോ അതിനില്ല. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രക്രിയ എന്ന് പറയുന്നത് കേവലം ഒരു ഭൗതികമായ ഒരാവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയുള്ള വിളിയല്ല, മറിച്ച് നാം നന്നാവാൻ, അവരെ കൊണ്ട് നന്നായി കിട്ടാൻ വേണ്ടി, ഇതാണ് വലിയ ലക്ഷ്യം. നാം ഈ വിഷയത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഖാന ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുസ്ലിമിലുള്ള ഹദീസാണ്, ബുഖാരിയിലുള്ള ഹദീസാണ്. എന്താണ് സംഭവം? ഇദാ അതാ അലൈഹി അംദാദു അഹ്ലിൽ യമൻ, യമൻകാരുടെ കൂട്ടത്തിൽ ഇസ്ലാമിന്റെ ഹെൽപ്പർമാർ, ഇസ്ലാമിന്റെ കൊണ്ട കൈകൾ, സഹായികളായ ആളുകൾ, അങ്ങനത്തെ ആളുകള് ഉമറന്നവരുടെ അരികിൽ എത്തിപ്പെട്ടാൽ, നല്ല മനുഷ്യന്മാരെത്തിയാൽ, സഅലഹും, അപ്പോൾ അവരോട് തിരക്കും, അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? ഒരിക്കലല്ല, 2 തവണയല്ല, എപ്പോഴും ഈ യമനിൽ നിന്നുള്ള നല്ല മനുഷ്യന്മാർ എത്തിക്കാണുമ്പോൾ, അംദാദ് എന്ന് പറഞ്ഞാൽ നാസിറൂന എന്നാണ്, അവാരിയൂന, വലിയ ഹെൽപ്പർമാർ. അപ്പൊ ഉവൈസ് എന്നവർ നിങ്ങളിലുണ്ടോ എന്നുള്ള മഹാനവറുകളുടെ തിരക്കിൽ അത് കിട്ടാനാണ് നമ്മൾ യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് മുഹീദ്ദീൻ ശൈഖിനെ നമ്മിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ഉമറന്നവർ ഉവൈസുൽ ഖർണി എന്ന് പറയുന്ന വലിയനെ, മഹാനായ ഉമറന്നവർ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് മീറ്റ് അനുവദിക്കണം, ഒരു മീറ്റിംഗ് എങ്കിലും പ്ലീസ് അനുവദിക്കണമെന്ന കേഴലാണ് ഉവൈസുൽ ഖർണിയും. ഉണ്ടോ 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 എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടിയുള്ള പരതലല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ യാ ശൈഖ് മുഹീദ്ദീൻ എന്ന വിളി പോലെയുള്ള ഒരു വിളിയായി കൂട്ടണം. ആളുകളെ കാണുമ്പോൾ, യമൻകാരെ കാണുമ്പോൾ ഈ ഖലീഫയുടെ വിളി, അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ. അങ്ങനെ കുറെ കാലം ഉവൈസിന്റെ കുത്തുബിയത്ത് നടത്തിയെന്ന് കൂട്ടിക്കോളി. ഉവൈസിനെ കിട്ടാൻ വേണ്ടിയുള്ള വിളി, ആ അന്വേഷണം കുറെ തുടർന്നപ്പോൾ അല്ലാഹു തആല അവസാനം ഉവൈസ് എന്നവരുമായിട്ടുള്ള ഒരു മീറ്റ് ഒരുക്കി കൊടുത്തു. ഷേഖിന്റെ ഒരു ഹുളൂർ കിട്ടി. ആർക്ക്? ഖലീഫക്ക്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ എന്നവർക്ക് താബീഴ് മാത്രമായ ഉവൈസ് നബിതങ്ങളെ കണ്ടിട്ടില്ല, സഹാബി പോലുമല്ല. പക്ഷേ ഒരു കാര്യപ്പെട്ട വലിയാണ്. ആ വലിയനെ ഇതുവരേക്കും യാ ശൈഖ് യാ ശൈഖ് യാ ശൈഖ് അവസാനം കിട്ടിയപ്പോൾ ഫഖാല ലഹു, ഉമർ എന്നവർ കെഞ്ചുകയാണ്. അങ്ങനെ തന്നെ പറഞ്ഞോളൂ ഈ ഉവൈസ് എന്നവരോട്. പിന്നെ അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഉവൈസ് എന്ന് പറയുന്ന ഒരാള് അങ്ങനെ നിങ്ങൾക്ക് ലഭ്യമായാൽ ആ ആളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിപ്പിക്കണം. അയാളൊന്ന് പൊറുക്കലിനെ തേടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളൊന്ന് പൊറുക്കലിനെ തേടിയാൽ അതിന് പ്രത്യേക എരിവും പുളിവും ഒക്കെ ഉണ്ട് എന്നിട്ടാണല്ലോ അങ്ങനെ പറയുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ യമൻകാരനാണോ, കർണ നാട്ടുകാരനാണോ, നിങ്ങൾക്ക് ഒരു ഉമ്മയല്ലാതെ മറ്റുള്ളവരെല്ലാവരും മരണപ്പോയിട്ടുണ്ടോ, നിങ്ങൾക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നോ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. കാരണം അതൊക്കെ തങ്ങൾക്ക് കൊടുത്ത ഐഡിയ. നമ്മൾ പാസ്പോർട്ടിൽ എഴുതലില്ലേ പെരടിയിലൊരു കാക്കപ്പുള്ളി എന്നൊക്കെ. ഉവൈസ് എന്നവരെ കണ്ടുപിടിക്കാനും തിരിച്ചറിയാനും അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത ഐഡിയ ആണ് ഈ കേൾക്കുന്നത്. നാട്, വീട്,
ഗോത്രം, പേര്. ഇന്ന് സബത്തുൽ അലായ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് സൗദി അറേബ്യയിൽ. ആ സബത്തുൽ അലായ എന്ന് പറയുന്ന സ്ഥലമാണ് പഴയ കാലത്ത് കർണ് എന്ന് വിളിക്കപ്പെടുന്ന ഇടം. അവിടെയായിരുന്നു ഇവരുടെ നാട്. ആരുടെ? ഈ ഉവൈസ് എന്ന് പറയുന്ന താബി എന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങേരും തമ്മിൽ പരസ്പരം സുഹബത്ത്, സ്വഹാബി എന്ന് പറയുന്ന കണ്ടുമുട്ടൽ കണ്ടിട്ടില്ല. എന്നിരുന്നാലും അല്ലർവാഹു ജുനൂദും മുജന്നദ, അല്ലാഹുവിന്റെ റസൂലിൽ കുടികൊള്ളുന്ന റൂഹും ഏതോ സബത്തുൽ അലായിൽ കർണിൽ കിടക്കുന്ന ഈ ഉവൈസുൽ ഖർണി എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ റൂഹും അവർ രണ്ടുപേരും ഹയാത്തോടെ ഇരിക്കുന്ന അവസരത്തിൽ ജുനൂദും മുജന്നദയായിട്ട് ഒരേ ക്യാമ്പിൽ ഒത്തുകൂടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഗമിക്കുന്നുണ്ടായിരുന്നു. ജസദ് കൊണ്ടുള്ള സംഗമം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്വഹാബി എന്ന് പറയും. എന്താണ് ഉവൈസിന്റെ മനോനില? തങ്ങൾക്കറിയാം. തങ്ങളുടെ മനോനില ഒരു വലിയ എന്ന നിലക്ക് എത്ര വരെ അറിയാൻ പറ്റുമോ ആ നിലക്കൊക്കെയുള്ള അറിവ് ഈ പറയുന്നവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഐഡിയകളൊക്കെ ഉറപ്പുവരുത്തുന്നത്. ചോദ്യത്തിൽ നിന്ന് എല്ലാം തങ്ങൾ പറഞ്ഞതുമായി 100% ഒത്തുവന്നപ്പോൾ ഖലീഫ കെഞ്ചുകയാണ്. എന്താ? എനിക്ക് വേണ്ടി ഒന്ന് പൊറുക്കല്ല തേടിത്തരണം. അപ്പോ നമ്മുടെ ഈ വിളി, കാര്യപ്പെട്ട ആളുകളെ നാം വിളിക്കുന്നത് കിണറിൽ വെള്ളം കാണാൻ വേണ്ടി മാത്രമല്ല, അതൊരു അഡീഷണൽ മാത്രം. നമ്മുടെ മെയിൻ ആവശ്യം ഉവൈസുൽ ഖർണിയോട് ഖലീഫ വെച്ച ആവശ്യമാണ്. എന്നെ നന്നാക്കി തരണം, എന്നെ നേർവഴിയിലാക്കി തരണം, എന്നെ പടച്ചറബിലേക്ക് ഒന്ന് അടുപ്പിച്ചു തരണം. നിങ്ങൾ ഉത്സാഹിച്ചാൽ നടക്കും. നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന ആ ഒരു ദുആ പവർ വെച്ചുകൊണ്ട് ഈ എളിയവനെ ഒന്ന് നന്നാക്കി തരണം. ഇതാണ് നാം ഈ വിളി കൊണ്ടൊക്കെ മെയിനായി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഫസ്തഗ്ഫിർ ലീ, ഹദീസിലുള്ളതാ. കെഞ്ചുക ചെയ്യുന്നത് ഖലീഫ. ഒരു നാട്, ഒരു ലോകം, അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിക് ബെൽറ്റ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബെൽറ്റിന്റെ തലസ്ഥാനത്തിരിക്കുന്ന അതിന്റെ നാരായ പേരായ ആള് ഒരു നല്ല തുണികുപ്പായം പോലും ധരിച്ചിട്ടില്ലാത്ത ആളോട് കെഞ്ചുകയാണ്. ഫസ്തഗ്ഫിർ ലീ, ആകയാൽ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പൊറുക്കലിനെ തേടിത്തരണം. താൻ ജനങ്ങളാൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഉമറിന്റെ ഈ ഒരു ആവശ്യപ്പെടൽ മൂലം എന്ന് മനസ്സിലായതിന്റെ കാരണത്താൽ പിന്നീട് ഉവൈസുൽ ഖർണി എന്നവർ ഒളിവിൽ പൊയ്ക്കളഞ്ഞു എന്നൊക്കെയാ ചരിത്രത്തിൽ പറയുന്നത്. ആർക്കും പിടുത്തം കൊടുത്തില്ല എവിടെയാ താനുള്ളത്. ചില ഔലിയാക്കൾ അങ്ങനെ ഉണ്ടാവും, അവര് ഒളിവിലാണ്, പബ്ലിക്കിൽ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ടാകും. ഇവരെങ്ങു പോയി എന്ന് ആർക്കും പിന്നെ പിടുത്തം കിട്ടിയില്ല എന്നൊക്കെയാ പറയപ്പെടുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്, ഒളിവിൽ പോയെങ്കിലേ വലിയാവൂ എന്നില്ല കേട്ടോ. ചിലർ അങ്ങനെയായിരിക്കും, അവരതാണ് ഇഷ്ടപ്പെടുന്നത്. ചിലർ പരിപൂർണമായും ജനമധ്യത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. രണ്ടും അള്ളാഹുവിലേക്ക് എടുക്കാനുള്ള രീതി തന്നെയാണ്. ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ഖുതുബിയത്തിലെ ആ ശൈഖ് മുഹ്യിദ്ദീൻ എന്ന വിളി. അത് 1000 ആണെങ്കിൽ 1000 തികച്ച് തന്നെ വിളിക്കുക. അതിന്റെ പേരിൽ കുറച്ചൊക്കെ വസ്ബിർ നഫ്സക, തടി അവിടെ ക്ഷമയോടുകൂടെ നിർത്തുക. എന്നിട്ട് ആ വിളിയിലൂടെ ശൈഖ് അവരുടെ ഹളറത്ത്, ഹുളൂർ അത് സാക്ഷാത്കരിക്കുക. ആ ഹുളൂർ വഴി നമുക്ക് നമ്മുടേതായ പാപങ്ങൾ പുറത്തു കിട്ടുക എന്ന പോലെ നമ്മുടെ ഭാവി ജീവിതത്തിലൊക്കെ ഒരു ചേഞ്ചിങ് സംഭവിക്കുക. ഇതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ചെയ്തു വരുന്ന ഇത്തരം പ്രോഗ്രാമുകൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രോഗ്രാമിന്റെ തുടർച്ചയാണ്, ഇത്ബാനുൽ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കി അതിനെ
നേരത്തെയൊക്കെ ചെയ്തതിനേക്കാൾ കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടെ പ്രാവർത്തിക ലോകത്ത് കൊണ്ടുവരണം എന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.